അപകടത്തിൽ പരിക്കേറ്റ ഒരു പെൺകുട്ടിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇങ്ങനെ കുലുങ്ങി പിന്നെ പയ്യെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ താഴ്ന്ന് പിന്നെ പെട്ടെന്ന് ഇടത്തോട്ട് ഇങ്ങനെ വീണ് പിന്നെ കുറേ പേര് റൈഡിൻ്റെ അടിയിൽ പെട്ട് പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും മോള് തൂങ്ങി കിടക്കുന്നുണ്ട്. കറണ്ട് ഇവിടെ ഇങ്ങനെ കുടുങ്ങി. അപ്പം ഞാനൊക്കെ ചാടി. പക്ഷേ എൻ്റെ അനിയത്തി അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞ് വന്ന് അവളെ അങ്ങ് എടുത്ത് വൈബ്രേറ്റ് ആയി ഇങ്ങനെ പോയത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ പ്രതികരണം ഒരു വിദ്യാർത്ഥിനിയുടെയാണ്, ഒരു കുട്ടിയുടേതാണ്. ആ കുട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ശാരീരിക വേദന കഴുത്തിന് ഉൾപ്പെടെ ഒരു ഉളുക്ക് പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. മറ്റുള്ള 5 പരിക്കേറ്റ ആളുകളിൽ ഒരാളുടെ നില ഗുരുതരമെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പ്രാദേശികമായി, നമുക്ക് തുടക്ക സമയമാണ്, പ്രാദേശികമായി പലരെയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് എന്നുള്ളതാണ്. ആ പരിക്കേറ്റ ആളെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. പരിക്കേറ്റത് വിദ്യാർത്ഥിയാണോ മുതിർന്ന ആളാണോ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ സ്ഥിരീകരണം വേണം. അപകടത്തിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ പ്രവർത്തിച്ചു വന്ന സമയത്ത് ഒരുപാട് പേർ ഈ സമയത്ത് വെക്കേഷൻ സമയത്ത് എത്തുന്ന ഒരിടമാണ്. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ആ റൈഡ് താങ്ങി നിർത്തുന്ന ആ ക്ലാമ്പ് ഉൾപ്പെടെ മുഴുവനായി പതിച്ചു മറിഞ്ഞു. അവിടെ അത് ബന്ധിച്ചിരുന്ന ആ കോൺക്രീറ്റിന്റെ ഭാഗത്ത് നിന്ന് മുഴുവനായി തലകീഴായി മറിഞ്ഞു. അങ്ങനെ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വെൽഡിങ്ങിലുണ്ടായിട്ടുള്ള പ്രശ്നമെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമിക അറിയാൻ കഴിയുന്നത്. വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അത് നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പാർക്കാണ്, അമ്യൂസ്മെന്റ് പാർക്കാണ്. 2 വർഷത്തിന് ശേഷം 2 വർഷം ആയി വീണ്ടും ഒരു ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്ന പ്രവർത്തനം അങ്ങനെ പ്രവർത്തിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച ഇടത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. 26 പേർ ഈ റൈഡിൽ പങ്കെടുത്തിരുന്നു. 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്ന വിവരം. ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മെഡിക്കൽ കോളേജിൽ നടക്കമുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കണം.